അപ്പൊ നമ്മളിപ്പോ റെഡ് ഫോർട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോ നടക്കാം അങ്ങോട്ട്. വാ. നിങ്ങൾ ഇന്ത്യയിലെ ഷാജഹാൻ എന്ന രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ രാജാവ് പണി കഴിപ്പിച്ച കോട്ടയാണ് ചെങ്കോട്ട, അല്ലെങ്കിൽ റെഡ് ഫോർട്ട്, അല്ലെങ്കിൽ ലാൽ കില എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കോട്ട. 17-ാം നൂറ്റാണ്ടിലാണ് ഈ ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് ഇതിൻ്റെ ആർക്കിടെക്ട്. താജ്മഹലിൻ്റെയും ആർക്കിടെക്ട് ഇദ്ദേഹം തന്നെയാണ്. നമ്മുടെ ഈ ചെങ്കോട്ട ഓൾഡ് ഡൽഹിയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് റെഡ് ഫോർട്ടിൻ്റെ പുറത്തവശമാണ്. നമ്മളിപ്പോൾ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. ഇത് മുഴുവൻ റെഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ഭംഗി ഇത് കാണാൻ. നല്ല രസമില്ലേ? നമ്മളിപ്പോൾ കാണുന്നത് ലാഹോർ ഗേറ്റ് ആണ് ഗൈസ്. ഇതിന് ലാഹോർ ഗേറ്റ് എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. പണ്ട് ഇതുവഴി ലാഹോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകായിരുന്നു. ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നത് ഒരു മാർക്കറ്റാണ്. അതിൻ്റെ പേര് ചട്ടാ ചൗക്ക് എന്നാണ്. ഈ ബസാറിനകത്ത് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടുന്ന് ഒരു വാൽക്കണ്ണാടിയും മേടിച്ചു. ഇത് ഈ റെഡ് ഫോർട്ടിൻ്റെ അകത്തുള്ള ഒരു ബിൽഡിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് ക്യാൻറ്റീൻ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ആകാശ് മാമനും ഉണ്ട്, ബാക്കിയുള്ളവരും ഉണ്ട്. ഞങ്ങൾക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ട്, പിന്നെ നല്ല ചൂടും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോണത്. എന്തെങ്കിലും കുടിക്കാനോ എന്തെങ്കിലും ചെയ്തിട്ട് വരാമെന്ന് വെച്ചു. ഒത്തിരി മ്യൂസിയം, ഗാലറി ഒക്കെ ഈ റെഡ് ഫോർട്ടിനകത്തുണ്ട്. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് സഫർ മഹൽ. ഓക്കെ ഗൈസ്, ഈ മഹലിന്റെ പ്രത്യേകത എന്താന്ന് പറയട്ടെ. ഇതൊരു വാട്ടർ ടാങ്കിന്റെ നടുക്കാണ് കേട്ടോ, അറിയാവോ? പക്ഷേ ഇപ്പൊ ഇത് വെള്ളമൊന്നുമില്ല. പണ്ടായിരുന്നു കേട്ടോ വാട്ടർ ടാങ്ക്. പണ്ട് ഇതിൽ പാലമുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പോൾ അവർ ആ ബ്രിഡ്ജൊക്കെ മാറ്റിയിട്ട് അത് സിമ്പിളായിട്ടാണ് അവർ ഉപയോഗിച്ചത്. അടുത്ത 2 മണ്ഡപങ്ങളുടെ പേരാണ് സാവൻ, ബാദോ. ഞാൻ ഇരിക്കുന്ന അതിലൊരു മണ്ഡപത്തിലാണ്. പണ്ട് രാത്രി ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് വെക്കും കേട്ടോ. പകല് ഇതിൻ്റെ അവിടെ ഗോൾഡൻ ഫ്ലവേഴ്സും വെക്കുമായിരുന്നു. ഈ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു വാട്ടർ കനാൽ ഉണ്ടായിരുന്നു. ആ ഗോൾഡൻ ഫ്ലവേഴ്സ് ഗോൾഡൻ കേർട്ടൻ പോലെ തോന്നുമായിരുന്നു. നേരത്തെ നമ്മളെ കണ്ട സഫർ മഹലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഈ മണ്ഡപങ്ങൾ. ഗൈസ്, ആ ദൂരെ കാണുന്ന കെട്ടിടം കണ്ടോ? അതാണ് ദീവാനിയ. അതിന് പറയുന്ന വേറൊരു പേരാണ് ഹാൾ ഓഫ് ഓഡിയൻസ്. ഇവിടെ വെച്ചിട്ടാണ് രാജാക്കന്മാരൊക്കെ സാധാരണക്കാരുടെ പരാതിയൊക്കെ കേട്ടിരുന്നത്. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് മോട്ടി മസ്ജിദ് ആണ്. പണ്ടത്തെ മുഗൾ രാജാവായ ഔറംഗസീബാണ് ഈ മസ്ജിദിന്റെ പണി കഴിപ്പിച്ചത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പള്ളിയായിരുന്നു അത്. ഗൈസ്, ആ പള്ളിയുടെ പടിയിൽ കുറെ പേര് ക്ഷീണിച്ചിരിപ്പുണ്ട്, കൂടെ ഞാനുമുണ്ട്. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് റെഡ് ഫോർട്ടിന്റെ ഒരു മാപ്പാണ് കേട്ടോ. ഇപ്പുറത്ത് ഇവിടെ ഒരു സ്ക്രീനും കാണാം. റെഡ് ഫോർട്ടിൻ്റെ അകത്തുള്ള ബിൽഡിങ്സ് എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ?
ഗൈസ് ഇതാണ് ഹമാം കേട്ടോ, രാജാക്കന്മാരൊക്കെ കുളിക്കുന്ന സ്ഥലമാണേ. ഗൈസ് ഇതാണ് കേട്ടോ രാജാക്കന്മാർ കുളിക്കുന്ന സ്ഥലം. ഞാൻ അത് കാണിച്ചു തരാം. അവിടെ കുറേ ഇങ്ങനെ ആൾക്കാർക്ക് കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു, രാജാക്കന്മാർക്കും. പിന്നെ അവിടെ കുറേ ഡ്രസ്സിങ് റൂം ഉണ്ടായിരുന്നു. പിന്നെ രാജാവിൻ്റെ കുട്ടികൾക്കൊക്കെ അവിടെ ഡ്രസ്സിങ് മാറുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുളിക്കുന്നതൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലവും ഉണ്ടായിരുന്നു അവിടെ. ഗൈസ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് താജ്മഹൽ. ഗൈസ് പിന്നെ പോകുന്ന വഴി അവിടെ ഒരു ജനാല പോലത്തെ ഒരു സാധനത്തിൽ ഞാനൊന്ന് ഒളിഞ്ഞു നോക്കാന്ന് വെച്ച് ഞാൻ നോക്കി, ഒന്നും കാണാൻ പറ്റിയില്ല. അവിടെ പകുതി വീരിട്ടാണ്. എന്തോ ഒരു സാധനം എന്തായാലും കണ്ടു, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇതാണ് താജ്മഹൽ, രാജാവിൻ്റെ പ്രൈവറ്റ് റെസിഡൻസ്. ഗൈസ് ഇതിൻ്റെ താഴെ വെച്ചാണ് ഈ ആനയുടെയും സിംഹത്തിൻ്റെയൊക്കെ ഈ ഫൈറ്റ് ഗെയിംസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ രാജാവ് ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് അത് കണ്ടിരുന്നത് കേട്ടോ. ഗൈസ് ഈ മാർബിൾ കൊണ്ട് ഈ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഈ ഒരു വർക്ക്സ് ഒക്കെ കാണാൻ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, ഈ കുഞ്ഞു കുഞ്ഞി സാധനമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഗൈസ് അപ്പോൾ ഞാനൊരു ആർട്ട് ഗാലറിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ ഇപ്പോൾ സെക്യൂരിറ്റി കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശ് മാമനാണ് കേട്ടോ അപ്പോൾ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അകത്തോട്ട് കയറാനായിട്ട്. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിട്ടു. അപ്പോൾ ഞങ്ങൾ അതിലേക്കൂടെയാണ് പോയത്. ഞാൻ ആ സൈഡിലേക്ക് കൂടെ കയറി. ഓക്കെ, അങ്ങനെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് അകത്തോട്ട് കയറുവാണ് ഗൈസ്. ഈ ഗാലറിക്കകത്ത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മരിച്ച ഒത്തിരി പേരുണ്ട്. ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗാലറിയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഗൈസ്. അപ്പം നമുക്കപ്പം നേരെ നടക്കാം. ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് കേണറാണെന്ന് പറഞ്ഞ് പറ്റിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് നോക്കുമോ അതിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ പറ്റിച്ചിട്ട്. അത് വെറുതെ ഒരു കുഴിയാണ് കേട്ടോ ഗൈസ്. ഞാൻ വെറുതെ അവരെ പറ്റിച്ചു കേട്ടോ. പിന്നെ ഇവിടെ അവരുടെയൊക്കെ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം.
ഗൈസ് ഞങ്ങളപ്പോൾ അങ്ങനെ ആ ഗാലറിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഗൈസ് ദേ ഞാനിവിടെ ഒന്ന് അങ്ങോട്ട് ഓടാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ദ്രപ്പൻ്റെ കൂടെ ഞാൻ ഓടി കേട്ടോ. അങ്ങോട്ട് ഞാൻ എന്നിട്ട് വളയാൻ പോയി. അപ്പം എൻ്റെ അമ്മ വിളിച്ചു. അപ്പം ഞാൻ തിരിച്ചു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ റെഡ് ഫോർട്ടിൻ്റെ അകത്തുള്ളൊരു ഭാഗമാണ്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. വളയാൻ പോയപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ തിരിച്ചോടി. അങ്ങനെ ഞാൻ തിരിച്ചോടി. ഞാൻ വരാൻ പോവുക. എന്തായാലും ഇനി അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇവിടുന്ന് റെഡ് ഫോർട്ടിൽ നിന്ന് അപ്പൊ നമ്മൾ പോവുകയാണ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് വീട്ടിൽ എത്തിയിട്ട് കാണാം.